ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഏഞ്ചൽ ലവറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു യാത്ര പോവാണ്. ആ യാത്രയെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. കൂടുതലൊന്നുമില്ല, നമ്മൾ ഇന്നൊരു യാത്ര പോവാണ്. അപ്പോൾ അതിൻ്റെ രസകരമായിട്ടുള്ള കുറച്ച് കാഴ്ചകൾ. അപ്പോൾ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ചാനലൊന്ന് സബ് ചെയ്യണം. എല്ലാവരോടും ഒത്തിരി സ്നേഹം, ഒത്തിരി സന്തോഷം. അപ്പോൾ നമുക്ക് ചെറിയൊരു പണി കിട്ടി കേട്ടോ. ഇവിടെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് നമുക്ക് വഴി ആകെ പ്രശ്നമായി. അപ്പോൾ നമ്മൾ ഇനിയൊരു ഓഫ് റോഡ് ആണ് പോകുന്നത്. ഞാൻ ഈ റോഡ് ആദ്യമായിട്ടാണ് പോകുന്നത്. വളരെ ചെറിയൊരു റോഡാണ്. ഓപ്പോസിറ്റ് ഇങ്ങോട്ട് വണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചങ്ങോട്ട് കയറി ചെല്ലാൻ ബുദ്ധിമുട്ടാണ്. അത് നമ്മുടെ ഹൈവേയിൽ റോഡ് പണി വളരെ വലിയ പണിയാണ് നടക്കുന്നത്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ആരും വണ്ടി വിടുന്നില്ല, ഒരു വണ്ടിയും ബൈക്ക് പോലും വിടുന്നില്ല. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് പണി പാളി ഗൈസ്. കാരണം നമ്മൾ പെരിന്തൽമണ്ണ വഴി വരുവാണെങ്കിൽ നമുക്ക് ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇത് ശരിക്ക് പെട്ടുപോയിട്ടുണ്ട്. ഇത് ഈ റോഡ് ഇനി കയറിപ്പോയിട്ട് ഹൈവേയിലേക്ക് എത്തുന്നത് വരെ നല്ല പണിയാണ്. കാരണം ഒരു വണ്ടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ സൈഡ് കൊടുക്കാനൊന്നും സ്ഥലമില്ല. അത്രയും റിസ്ക്കാണ്. എന്തായാലും നമുക്ക് പോയി നോക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ ഇവിടെ ഒരു കുന്നിൻ മുകളിലോട്ട് കയറിയിട്ടുണ്ട്. നല്ല വ്യൂ ആണ്. എന്തായാലും ഇതുവഴി വന്നതിൽ നല്ല ഭംഗിയുള്ള സ്ഥലം കാണാൻ പറ്റും. നല്ല രസമുണ്ട്. അപ്പുറത്തും ഇപ്പുറത്തും കാടായിട്ട് നല്ല ഹൈറ്റിലാണ് റോഡ്. അപ്പോൾ നമ്മൾ റോഡിലേക്ക് കയറിയിട്ടുണ്ട്. ഹൈവേ അല്ല ഇത്. ഇതും ഒരു പഞ്ചായത്ത് റോഡ് പോലത്തെ ഒരു റോഡാണ്. ഈ താഴേക്ക് ഇറങ്ങിയാൽ നമ്മൾ ഹൈവേയിലേക്ക് എത്തും. ഇവിടുന്ന് ഒരു 3 കിലോമീറ്ററോടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഹൈവേയിലേക്ക് എത്തും. അപ്പോൾ ഏകദേശം രക്ഷപ്പെട്ടു ഗൈസ്. അപ്പോൾ വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല ഗൈസ്. എല്ലാവരോടും ഒത്തിരി സ്നേഹം, ഒത്തിരി സന്തോഷം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഏഞ്ചൽ ലവർ ഷാൻ. ടാറ്റാ, ബൈ. ചെറുതായിട്ട് പണിപാളി ഗൈസ്. കണ്ടോ, ആ ഓട്ടോ അങ്ങോട്ട് കയറി വരികയാണ്. അങ്ങോട്ട് കയറി വരണ്ട, അവിടെ നിർത്തേണ്ടതായിരുന്നു ആ ഓട്ടോ. ഇനി അയാളത് കൊണ്ടുവന്നിട്ട് ഇവിടെ ഇട്ട് ഇനിയിപ്പോൾ നമുക്ക് ചെറിയതായിട്ട് ഒന്ന് പണിപാളി. കണ്ടോ, അത്രയും ചെറിയ റോഡാണ്. എന്താണെങ്കിലും നമ്മൾ രക്ഷപ്പെട്ടു. ഹൈവേയിലേക്ക്